ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Q&A പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഡ്രൈവിംഗ് ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസിലാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡാഷ് ഫിൽട്ടർ വ്യവസ്ഥയിൽ ഓയിൽ പമ്പിൽ നിന്ന് വരുന്ന കൂടുതൽ ഓയിലും ശുദ്ധീകരിക്കാതെയാണ് ബെയറിങ്ങുകളിലേക്കും ചലിക്കുന്ന ഭാഗങ്ങളിലേക്കും പോകുന്നത്. ആൻസർ ബൈപ്പാസ്. ഡാഷ് ഫിൽട്ടർ വ്യവസ്ഥയിൽ ഓയിൽ പമ്പിൽ നിന്ന് വരുന്ന കൂടുതൽ ഓയിലും ശുദ്ധീകരിക്കാതെയാണ് ബെയറിങ്ങുകളിലേക്കും ചലിക്കുന്ന ഭാഗങ്ങളിലേക്കും പോകുന്നത്. ആൻസർ ബൈപ്പാസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഫിൽട്ടർ വ്യവസ്ഥയിൽ ഓയിൽ പമ്പിൽ നിന്ന് വരുന്ന കൂടുതൽ ഓയിലും ഫിൽറ്ററിലൂടെ കടന്ന് ശുദ്ധീകരിച്ച ശേഷമാണ് ബെയറിങ്ങുകളിലേക്കും ചലിക്കുന്ന ഭാഗങ്ങളിലേക്കും പോകുന്നത്. ആൻസർ ഫുൾ ഫ്ലോ. ഡാഷ് ഫിൽട്ടർ വ്യവസ്ഥയിൽ ഓയിൽ പമ്പിൽ നിന്ന് വരുന്ന കൂടുതൽ ഓയിലും ഫിൽറ്ററിലൂടെ കടന്ന് ശുദ്ധീകരിച്ച ശേഷമാണ് ബെയറിങ്ങുകളിലേക്കും ചലിക്കുന്ന ഭാഗങ്ങളിലേക്കും പോകുന്നത്. ആൻസർ ഫുൾ ഫ്ലോ. ക്രാങ്ക് കേസിനുള്ളിൽ ശരിയായ അളവിൽ ഓയിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഡാഷ് ഉപയോഗിക്കുന്നത്. ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ. ക്രാങ്ക് കേസിനുള്ളിൽ ശരിയായ അളവിൽ ഓയിലുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഡാഷ് ഉപയോഗിക്കുന്നത്. ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ. ഡാഷ് ഓയിൽ പമ്പിലേക്ക് വലിച്ചെടുക്കുന്നതിന് മുൻപ് ഓയിലിലെ വലിയ അഴുക്കുകളും ലോഹപ്പൊടികളും മറ്റും നീക്കം ചെയ്യുന്നു. ആൻസർ സ്ട്രെയിനർ. ഡാഷ് ഓയിൽ പമ്പിലേക്ക് വലിച്ചെടുക്കുന്നതിന് മുമ്പ് ഓയിലിലെ വലിയ അഴുക്കുകളും ലോഹപ്പൊടികളും മറ്റും നീക്കം ചെയ്യുന്നു. ആൻസർ സ്ട്രെയിനർ. ഡ്രൈവർ ഓയിലിൻ്റെ മർദ്ദം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഡാഷ് ലൂബ്രിക്കേഷൻ വ്യവസ്ഥയിൽ ഉപയോഗിക്കുന്നത്. പ്രഷർ ഗേജ്. ഡ്രൈവർക്ക് ഓയിലിൻ്റെ മർദ്ദം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഡാഷ് ലൂബ്രിക്കേഷൻ വ്യവസ്ഥയിൽ ഉപയോഗിക്കുന്നത്. പ്രഷർ ഗേജ്. ഓയിൽ പമ്പിലുള്ള എഞ്ചിൻ ഓയിലിൻ്റെ അളവ് പരിശോധിക്കുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഡിപ്പ് സ്റ്റിക്ക്. ഓയിൽ പമ്പിലുള്ള എഞ്ചിൻ ഓയിലിൻ്റെ അളവ് പരിശോധിക്കുന്നത് ഡാഷ് ഉപയോഗിച്ചാണ്. ഡിപ്പ് സ്റ്റിക്ക്. ഒരു എഞ്ചിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭാഗം ഡാഷാണ്. ക്രാങ്ക് ഷാഫ്റ്റ്. ഒരു എഞ്ചിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭാഗം ഡാഷാണ്. ക്രാങ്ക് ഷാഫ്റ്റ്. കമ്പസ്റ്റൻ ചേംബർ ഡാഷിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. TDC ലിമിറ്റിനും സിലിണ്ടർ ഹെഡിനും. കമ്പസ്റ്റൻ ചേംബർ ഡാഷിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. TDC ലിമിറ്റിനും സിലിണ്ടർ ഹെഡിനും. സ്ട്രോക്ക് വോളിയം ഡാഷ് ഇൻറ്റു സിലിണ്ടർ ഏരിയ. ആൻസർ സ്ട്രോക്കിൻ്റെ നീളം. സ്ട്രോക്ക് വോളിയം ഡാഷ് ഇൻറ്റു സ്ട്രോക്കിൻ്റെ ഏരിയ. ആൻസർ സ്ട്രോക്കിൻ്റെ നീളം. 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഡാഷ് വാൽവുകൾ ഉപയോഗിക്കുന്നു. ആൻസർ പോപ്പറ്റ് അല്ലെങ്കിൽ മഷ്റൂം. 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഡാഷ് വാൽവുകൾ ഉപയോഗിക്കുന്നു. ആൻസർ പോപ്പറ്റ് അല്ലെങ്കിൽ മഷ്റൂം. തെർമോസ്റ്റാറ്റ് വാൽവിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഡാഷാണ്. ഈഥെയ്ൻ അല്ലെങ്കിൽ ആൽക്കഹോൾ. തെർമോസ്റ്റാറ്റ് വാൽവിൽ ഉപയോഗിക്കുന്ന ദ്രാവകം ഡാഷാണ്. ഈഥെയ്ൻ അല്ലെങ്കിൽ ആൽക്കഹോൾ. കാർബറേറ്ററിനകത്ത് കടക്കുന്ന പെട്രോൾ ശരിയായ അളവിൽ സൂക്ഷിക്കാനും ഓവർഫ്ലോ ആകാതെ സൂക്ഷിക്കാനും ഡാഷ് സഹായിക്കുന്നു. ഫ്ലോട്ട്. കാർബറേറ്ററിനകത്ത് കിടക്കുന്ന പെട്രോൾ ശരിയായ അളവിൽ സൂക്ഷിക്കാനും ഓവർഫ്ലോ ആകാതെ സൂക്ഷിക്കാനും ഡാഷ് സഹായിക്കുന്നു. ഫ്ലോട്ട്. എയർ ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എയറിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത് ഡാഷാണ്. എയർ റെഗുലേറ്റർ. എയർ ബ്രേക്ക് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എയറിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത് ഡാഷാണ്. എയർ റെഗുലേറ്റർ. എയർ ടാങ്കിൽ ആവശ്യം വേണ്ട എയറിൻ്റെ അളവ് ഏകദേശം ഡാഷ് ആയിരിക്കും. 5.3 kg/cm². എയർ ടാങ്കിൽ ആവശ്യം വേണ്ട എയറിൻ്റെ അളവ് ഏകദേശം ഡാഷ് ആയിരിക്കും. 5.3 kg/cm². ഒരു ഡീസൽ എഞ്ചിൻ ഡാഷ് എഞ്ചിനാണ്. അതിന് ആൻസർ വരുന്നത് കംപ്രഷൻ ഇഗ്നിഷൻ. ഒരു ഡീസൽ എഞ്ചിൻ ഡാഷ് എഞ്ചിനാണ്. ആൻസർ കംപ്രഷൻ ഇഗ്നിഷൻ. കമ്മ്യൂട്ടേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ്. ആൻസർ ഡൈനാമോ. കമ്മ്യൂട്ടേറ്റർ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ്. ആൻസർ ഡൈനാമോ. എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നതിന് ഒരു കാരണമാണ് ഡാഷ് തെറ്റായ ഇഗ്നിഷൻ ടൈമിംഗ്. എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നതിന് ഒരു കാരണം ഡാഷാണ് തെറ്റായ ഇഗ്നിഷൻ ടൈമിംഗ്. റോട്ടർ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ്. ആൻസർ ഡിസ്ട്രിബ്യൂട്ടറിൽ. റോട്ടർ സ്ഥിതി ചെയ്യുന്നത് ഡാഷിലാണ്. ആൻസർ ഡിസ്ട്രിബ്യൂട്ടറിൽ. ഡീസൽ എഞ്ചിൻ ഓവർ റൈസ് ആവുന്നതിൻ്റെ കാരണം ഡാഷാണ്. ആൻസർ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ തകരാറ് മൂലം. ഡീസൽ എഞ്ചിൻ ഓവർ റൈസ് ആവുന്നതിന് കാരണം ഡാഷാണ്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പിൻ്റെ തകരാറ് മൂലം.
ശരിയായി കത്തുന്ന മിശ്രിതം കിട്ടുന്നതിന് വേണ്ടി വായുവിനെയും പെട്രോളിനെയും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന പ്രക്രിയയ്ക്ക് ഡാഷ് എന്ന് പറയുന്നു. കാർബുറേഷൻ. ശരിയായി കത്തുന്ന മിശ്രിതം കിട്ടുന്നതിന് വേണ്ടി വായുവിനെയും പെട്രോളിനെയും തമ്മിൽ കൂട്ടിക്കലർത്തുന്ന പ്രക്രിയയ്ക്ക് ഡാഷ് എന്ന് പറയുന്നു. കാർബുറേഷൻ. കത്തിക്കഴിഞ്ഞ ഇന്ധനവായു മിശ്രിതത്തിൻ്റെ മർദ്ദം കുറച്ച് അന്തരീക്ഷത്തിലേക്ക് ശബ്ദം കുറച്ച് കടത്തിവിടുക എന്നതാണ് ഡാഷിൻ്റെ ധർമ്മം. മഫ്ലർ അഥവാ സൈലൻസർ. കത്തിക്കഴിഞ്ഞ ഇന്ധനവായു മിശ്രിതത്തിൻ്റെ മർദ്ദം കുറച്ച് അന്തരീക്ഷത്തിലേക്ക് ശബ്ദം കുറച്ച് കടത്തിവിടുക എന്നതാണ് ഡാഷിൻ്റെ ധർമ്മം. മഫ്ലർ അഥവാ സൈലൻസർ. 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു പവർ സ്ട്രോക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡാഷ് കറക്കത്തിലുണ്ടാകുന്നു. ആൻസർ 2. 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു പവർ സ്ട്രോക്ക് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡാഷ് കറക്കത്തിൽ ഉണ്ടാകുന്നു. ആൻസർ 2. കണക്റ്റിംഗ് റോഡിൻ്റെ ഷാഫ്റ്റിൻ്റെ പരിച്ഛേദം ഡാഷാണ്. ആൻസർ ഐ സെക്ഷൻ. കണക്റ്റിംഗ് റോഡിൻ്റെ ഷാഫ്റ്റിൻ്റെ പരിച്ഛേദം ഡാഷാണ്. ആൻസർ ഐ സെക്ഷൻ. കണക്റ്റിംഗ് റോഡിൻ്റെ വലിയ അറ്റം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡാഷുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആൻസർ ക്രാങ്ക് പിൻ. കണക്റ്റിംഗ് റോഡിൻ്റെ വലിയ അറ്റം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഡാഷുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ആൻസർ ക്രാങ്ക് പിൻ. അതുപോലെ തന്നെ കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ അറ്റം എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പിസ്റ്റണുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കണക്റ്റിംഗ് റോഡിനെ പിസ്റ്റണുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ത് മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗഡ്ജൻ പിൻ അല്ലെങ്കിൽ പിസ്റ്റൺ പിൻ അല്ലെങ്കിൽ റിസ്റ്റ് പിൻ എന്നുള്ള ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ അറ്റം എന്തുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പിസ്റ്റണുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അത് എന്തിൻ്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗഡ്ജൻ പിൻ അല്ലെന്നുണ്ടെങ്കിൽ റിസ്റ്റ് പിൻ അല്ലെന്നുണ്ടെങ്കിൽ പിസ്റ്റൺ പിൻ എന്നുള്ള ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ അറ്റം പിസ്റ്റണുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. റിംഗ് ഗ്രൂക്കളെ വേർതിരിക്കുന്ന പിസ്റ്റണിൻ്റെ ഭാഗങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. പിസ്റ്റൺ ലാൻഡ്. റിംഗ് ഗ്രൂക്കളെ വേർതിരിക്കുന്ന പിസ്റ്റണിൻ്റെ ഭാഗങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. പിസ്റ്റൺ ലാൻഡ്. അതുപോലെ പിസ്റ്റൺ ലാൻഡിന് മറ്റൊരു പേരുണ്ട്, അതാണ് റിംഗ് ലാൻഡ്. ഐ ഹെഡ് എഞ്ചിനുകളിൽ 2 വാൽവുകളും ഡാഷിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സിലിണ്ടർ ഹെഡിൽ. ഐ ഹെഡ് എഞ്ചിനുകളിൽ 2 വാൽവുകളും ഡാഷിൽ ഘടിപ്പിച്ചിരിക്കുന്നു. സിലിണ്ടർ ഹെഡിൽ. ക്യാം ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും കറക്കങ്ങൾ തമ്മിലുള്ള അനുപാതം ഡാഷ് ആണ്. 1:2. ക്യാം ഷാഫ്റ്റിൻ്റെയും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും കറക്കങ്ങൾ തമ്മിലുള്ള അനുപാതം ഡാഷ് ആണ്. ആൻസർ 1:2. പിസ്റ്റണിനെ കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ അറ്റവുമായി ബന്ധിപ്പിക്കുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. പിസ്റ്റൺ പിൻ. പിസ്റ്റണിനെ കണക്റ്റിംഗ് റോഡിൻ്റെ ചെറിയ അറ്റവുമായി ബന്ധിപ്പിക്കുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. പിസ്റ്റൺ പിൻ. സ്ട്രോക്ക് വ്യാപ്തവും ക്ലിയറൻസ് വ്യാപ്തവും കൂട്ടിക്കിട്ടുന്ന വ്യാപ്തത്തെ ഡാഷ് എന്ന് പറയുന്നു. മൊത്തം വോളിയം. സ്ട്രോക്ക് വ്യാപ്തവും ക്ലിയറൻസ് വ്യാപ്തവും കൂട്ടിക്കിട്ടുന്ന വ്യാപ്തത്തെ ഡാഷ് എന്ന് പറയുന്നു. മൊത്തം വോളിയം. TDCക്കും BDCക്കും ഇടയിലുള്ള വ്യാപ്തത്തെ ഡാഷ് വ്യാപ്തം എന്ന് പറയുന്നു. സെപ്റ്റ് വോളിയം. TDCക്കും BDCക്കും ഇടയിലുള്ള വ്യാപ്തത്തെ ഡാഷ് വ്യാപ്തം എന്ന് പറയുന്നു. സെപ്റ്റ് വോളിയം. ഡാഷ് വർക്കിംഗ് സ്ട്രോക്ക് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 കറക്കത്തിലുണ്ട്. ആൻസർ 1. ഡാഷ് വർക്കിംഗ് സ്ട്രോക്ക് ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ 2 കറക്കത്തിലുണ്ട്. ആൻസർ 1. കണക്റ്റിംഗ് റോഡ് ബന്ധം ഡാഷും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലാണ്. ആൻസർ പിസ്റ്റൺ. കണക്റ്റിംഗ് റോഡ് ബന്ധം ഡാഷും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിലാണ്. ആൻസർ പിസ്റ്റൺ. ഡീസൽ എഞ്ചിനുകൾ ഡാഷ് ഇഗ്നീഷൻ എഞ്ചിനുകളാണ്. കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. ഡീസൽ എഞ്ചിനുകൾ ഡാഷ് ഇഗ്നീഷൻ എഞ്ചിനുകളാണ്. കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിൻ. പെട്രോൾ എഞ്ചിനുകൾ ഡാഷ് ഇഗ്നീഷൻ എഞ്ചിനുകളാണ്. സ്പാർക്ക്. പെട്രോൾ എഞ്ചിനുകൾ ഡാഷ് ഇഗ്നീഷൻ എഞ്ചിനുകളാണ്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് ഡാഷ് എഞ്ചിനുകളിലാണ്. പെട്രോൾ. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കുന്നത് ഡാഷ് എഞ്ചിനുകളിലാണ്. പെട്രോൾ. കൂളിംഗ് സിസ്റ്റവുമായി ബന്ധമുള്ള സിലിണ്ടർ ലൈനിനെ ഡാഷ് ലൈനർ എന്ന് പറയുന്നു. ആൻസർ വെറ്റ് ലൈനർ. കൂളിംഗ് സിസ്റ്റവുമായി ബന്ധമുള്ള സിലിണ്ടർ ലൈനറിനെ ഡാഷ് ലൈനർ എന്ന് പറയുന്നു. ആൻസർ വെറ്റ് ലൈനർ. കൂളിംഗ് സിസ്റ്റവുമായി ബന്ധമില്ലാത്ത സിലിണ്ടർ ലൈനറിനെ ഡാഷ് ലൈനർ എന്ന് പറയുന്നു. ഡ്രൈ ലൈനർ. കൂളിംഗ് സിസ്റ്റവുമായി സമ്പർക്കമില്ലാത്ത സിലിണ്ടർ ലൈനറിനെ ഡാഷ് ലൈനർ എന്ന് പറയുന്നു. ഡ്രൈ ലൈനർ.
അതുപോലെ തന്നെ വെറ്റ് ലൈനർ ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനിലും ഡ്രൈ ലൈനർ ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിനിലുമാണ്. വെറ്റ് ലൈനർ ഡീസൽ എഞ്ചിനിലും ഡ്രൈ ലൈനർ പെട്രോൾ എഞ്ചിനിലുമാണ് ഉപയോഗിക്കുന്നത്. ക്രാങ്കിൻ്റെ ഓരോ കറക്കത്തിലും ഒരു വർക്കിംഗ് സ്ട്രോക്ക് ഡാഷ് സ്ട്രോക്ക് എഞ്ചിനുണ്ട്. ആൻസർ 2. ക്രാങ്കിൻ്റെ ഓരോ കറക്കത്തിലും ഒരു വർക്കിംഗ് സ്ട്രോക്ക് ഡാഷ് സ്ട്രോക്ക് എഞ്ചിനുണ്ട്. ആൻസർ 2. പിസ്റ്റൺ റിങ്സ് ഉപയോഗിക്കുന്നത് ഒരു നല്ല ഡാഷ് സിലിണ്ടർ ഭിത്തിക്കും പിസ്റ്റണിനും ഇടയ്ക്ക് ലഭിക്കുന്നതിനാണ്. ആൻസർ സീലിംഗ്. പിസ്റ്റൺ റിങ്സ് ഉപയോഗിക്കുന്നത് ഒരു നല്ല ഡാഷ് സിലിണ്ടർ ഭിത്തിക്കും പിസ്റ്റണിനും ഇടയ്ക്ക് ലഭിക്കുന്നതിനാണ്. ആൻസർ സീലിംഗ്. ഡാഷ് മെക്കാനിസം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അതേ ദിശയിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നു. ആൻസർ ടൈമിംഗ് ചെയിൻ അല്ലെന്നുണ്ടെങ്കിൽ ചെയിൻ ഡ്രൈവ്. ഡാഷ് മെക്കാനിസം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അതേ ദിശയിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നു. ആൻസർ ടൈമിംഗ് ചെയിൻ അല്ലെന്നുണ്ടെങ്കിൽ ചെയിൻ ഡ്രൈവ്. ഡാഷ് മെക്കാനിസം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എതിർദിശയിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നു. ആൻസർ ഗിയർ ഡ്രൈവ് അല്ലെന്നുണ്ടെങ്കിൽ ടൈമിംഗ് ഗിയറുകൾ. ഡാഷ് മെക്കാനിസം ഉപയോഗിക്കുന്ന എഞ്ചിനുകളിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എതിർദിശയിൽ ക്യാം ഷാഫ്റ്റ് കറങ്ങുന്നു. ആൻസർ ഗിയർ ഡ്രൈവ് അല്ലെന്നുണ്ടെങ്കിൽ ടൈമിംഗ് ഗിയറുകൾ. പവർ സ്ട്രോക്കിലെ പവറിനെ സംഭരിച്ചു വെച്ച് മറ്റ് സ്ട്രോക്കുകൾക്ക് കൈമാറുന്നത് ഡാഷാണ്. ആൻസർ ഫ്ലൈ വീൽ. പവർ സ്ട്രോക്കിലെ പവറിനെ സംഭരിച്ചു വെച്ച് മറ്റ് സ്ട്രോക്കുകൾക്ക് കൈമാറുന്നത് ഡാഷാണ്. ആൻസർ ഫ്ലൈ വീൽ. ഒരു ഡാഷ് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഇരുവശങ്ങളിലായി സിലിണ്ടർ ബ്ലോക്കിൽ വാൽവുകൾ ഉറപ്പിച്ചിരിക്കുന്നു. ആൻസർ ടി ഹെഡ്. ഒരു ഡാഷ് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഇരുവശങ്ങളിലായി സിലിണ്ടർ ബ്ലോക്കിൽ വാൽവുകൾ ഉറപ്പിച്ചിരിക്കുന്നു. ആൻസർ ടി ഹെഡ്.